സാധനം കിട്ടിയുണ്ട്. ഞാൻ കാസർഗോഡ്. നീ പുറത്തല്ലേ? റൂമിൽ വന്നിട്ട് ഗെയിം കളിച്ചാ? അല്ല, റൂമിനകത്തുള്ള കളി വേറെ കളിയല്ലേ? അത് വേണ്ട, അത് കളിക്കണം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? വേണ്ട. നെയ്യപ്പം ഇഷ്ടമാണ്. നെയ്യപ്പം നല്ല നെയ്യപ്പം ഇഷ്ടമാണ്, നല്ല പൊങ്ങിയ നെയ്യപ്പം. ഞാൻ വിചാരിച്ചോലല്ല. ആ നെയ്യപ്പം നീ കഴിക്കുമ്പോ നീ എങ്ങനെ കഴിക്കുക? എനിക്കെന്തോ പോലെ. ഒരു എക്സാമ്പിൾ കാണിച്ചു തരോ? നെയ്യപ്പം നീ എങ്ങനെ കഴിച്ചാന്ന്? മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. എനിക്ക് നാണാവുക. ഞങ്ങള് സാധാരണ നെയ്യപ്പം കയ്യിലെടുത്തിട്ട് എങ്ങനെ ആക്കിട്ട് ഒന്നേ കൈ കൊണ്ട് ഇങ്ങനെ പിച്ച് ഇങ്ങനെ കഴിക്കും. എവനാള് കൊള്ളാവല്ലടാ. ഇല്ലേ ഒരുമിച്ച് ഇങ്ങനെ വായിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കും. നാക്കുകൊണ്ട് തൊട്ട് പല്ലുകൊണ്ട് കടിച്ചിങ്ങനെ നെയ്യപ്പത്തിന് നോവാത്ത രീതിയിൽ ഇങ്ങനെ. കഴിക്കാൻ പാടില്ലല്ലോ, പല്ല് തട്ടാൻ പാടില്ല. കൊതിപ്പിക്കല്ലേ ഭഗവാനെ. അത് തന്നെ അറിഞ്ഞ പല്ലുകൊണ്ട് മെല്ലെ കടിച്ചിങ്ങനെ രീതിയിലല്ലേ നെയ്യപ്പത്തിന് സുഖിക്കണം. എന്റെ അസീസ് നീ ആള് കൊള്ളാലോടാ. അല്ല, തലേ ദിവസം നെയ്യപ്പാണ് ഇഷ്ടം, ഫ്രഷോടെ നെയ്യപ്പാണ് ഇഷ്ടം? പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. അല്ല, അത്ര പുളിപ്പ് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് നല്ല അപ്പം ഉണ്ടാകും, ചൂട് നെയ്യപ്പല്ലേ, അങ്ങനെ നെയ്യപ്പം ഇഷ്ടം. എനിക്ക് നല്ല ഇഷ്ടാ, എനിക്ക് നല്ല ഇഷ്ടാ. പുളു അത്ര പുളിപ്പ് ഇഷ്ടമല്ല, എന്നാലും കുഴപ്പമില്ല. ഒരു ചെറിയ മധുരം, ചെറിയൊരു പുളു, അതൊക്കെ ഒക്കെ ഉണ്ട്. ഇപ്പോഴത്തെ പിള്ളേര് കൊള്ളാം. എന്താ കളി? അല്ല, വിനാഗിരിയുടെ പുളിപ്പുണ്ട് നിനക്ക് എങ്ങനെ അറിയാം? ദൈവമേ, ഇവിടെ നിന്ന് നാശമാക്കും. നെയ്യപ്പത്തിന് വിനാഗിരിയുടെ ചെറിയൊരു പുളിപ്പ് നിനക്ക് എങ്ങനെ അറിയാം? നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു.